പാലക്കാട് തിരുവിറ്റക്കോട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പേർ കൂടി പിടിയിൽ. വ്യവസായിയുടെ അടുത്ത ബന്ധുവായ മുഖ്യപ്രതി അടക്കം പിടിയിലായതിനു പിന്നാലെയാണ് പ്രധാന പ്രതികളെന്ന് കരുതുന്ന 4 പേർ കൂടി പിടിയിലാവുന്നത്. കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 20ആയി. ഇക്കഴിഞ്ഞ ഡിസംബർ 6-നാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തിരുമിറ്റക്കോട് കൊഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് നിന്ന് ഒരു സംഘം ആളുകൾ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. കൊട്ടേഷൻ സംഘത്തിലെ ചിലരെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ അന്വേഷണത്തിനൊടുവിൽ കേസിലെ മറ്റു പ്രതികൾ പല ഘട്ടങ്ങളിലായി പിടിയിലായി. അടുത്തിടെ പിടിയിലായ മുഖ്യസൂത്രധാരനായ ഷിയാസ് മുഹമ്മദ് അലിയുടെ അടുത്ത ബന്ധുവാണ്. നേരത്തെ മുഹമ്മദ് അലിയുടെ വ്യവസായ സംരംഭങ്ങൾ നോക്കി നടത്തിയിരുന്ന ഷിയാസാണ് തട്ടിക്കൊണ്ടുപോയി കോടികൾ കൈക്കലാക്കാൻ കൊട്ടേഷൻ നൽകിയെന്ന് മനസ്സിലാക്കിയ പോലീസ് രഹസ്യ നീക്കങ്ങൾക്കൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ 4 പേർ കൂടി പിടിയിലായത്. എടവണ്ണ സ്വദേശികളായ നിസാം, PV വഹീദ്, ബിജേഷ്, കൊടുവള്ളി സ്വദേശി മനാഫ് എന്നിവരാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ 20ആയി. ഷിയാസിനെ സംരംഭങ്ങളിൽ നിന്ന് മാറ്റിയതിന്റെ വൈരാഗ്യത്തിന് പുറമെ മോചനദ്രവ്യം കൂടി ലക്ഷ്യമിട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്നാണ് പോലീസ് കണ്ടെത്തൽ. 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് കോതക്കുറിശ്ശിയിൽ തടവിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മദ്യപിച്ചുറങ്ങിയ സമയം മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി.